The charitable purpose is defined in the Act in section 215. The charitable purpose includes relief of the poor, education, yoga, medical relief, preservation of environment, preservation of monuments, places and objects of artistic and historic interest, and the advancement of any other object of general public utility. This is the definition given in the Income Tax Act. See, poor and needy should get a relief. Then it is meant for educational purpose. It is meant for promoting yoga. It is meant for promoting medical relief to the needy. Then the preservation of environment and preservation of monuments and advancement of any other objects of general public utility. This is the definition. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന വകുപ്പ് തന്നെയാണ് ആദായ നികുതി വകുപ്പ്. ആദായ നികുതി വകുപ്പുമായി ഒട്ടേറെ സംശയങ്ങളാണ് നമ്മുടെ സാധാരണക്കാർക്കിടയിലുള്ളത്. സാധാരണക്കാരെ മാത്രമല്ല, അഭ്യസ്തവിദ്യരായ ജനങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ചോദ്യങ്ങൾ, അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ അതുകൊണ്ട് തന്നെ ആദായ നികുതി വകുപ്പിന്റെ എല്ലാ ഓഫീസുകളിലും സദാ സന്നദ്ധരായ ഉദ്യോഗസ്ഥരുണ്ട്. നിരവധി പ്രധാന ലക്ഷ്യങ്ങളോടെ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കായി ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ ഔട്ട്റീച്ച് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഈ വീഡിയോ. ചാരിറ്റബിൾ ഓർഗനൈസേഷന് വേണ്ടി ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആദായ നികുതി നിയമത്തിന് കീഴിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷന് ലഭ്യമായ വിവിധ നികുതി ഇളവുകളുണ്ട്. ആ ഇളവുകളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും ചാരിറ്റബിൾ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ഔട്ട്റീച്ച് പരിപാടിയിലൂടെ ആദായ നികുതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നികുതി ഇളവുകൾ നൽകുന്ന 12A, 1023C, ATG തുടങ്ങിയ വിഭാഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. നികുതി നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം, നികുതി ഇളവ് സർട്ടിഫിക്കറ്റുകൾ നേടുന്നതിനും പുതുക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ മനസ്സിലാക്കാൻ ചാരിറ്റബിൾ സ്ഥാപനങ്ങളെ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ സഹായിക്കുന്നു. റീ രജിസ്ട്രേഷനായി 10A, 10AB പോലുള്ള ഫോമുകൾ പൂരിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശവും ഇതിൽ ഉൾപ്പെടുന്നു. നടപടിക്രമങ്ങളുടെ വ്യക്തതയ്ക്കായി ഈ പ്രോഗ്രാമുകൾ നികുതി ഇളവുകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെയും നിയമാനുസൃത വ്യവസ്ഥകളുടെയും വിശദമായ വിശദീകരണങ്ങൾ നൽകുന്നു. നികുതി പാലിക്കുന്നതിന്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യാനും നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഇത് സ്ഥാപനങ്ങളെ സഹായിക്കും. നികുതി നിയമങ്ങളിലും ചട്ടങ്ങളിലും സമീപകാല മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്ക് പ്രോഗ്രാമുകൾ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പുതിയ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും ആവശ്യമായ ഫോമുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതികളുടെ വിപുലീകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സുതാര്യതയും ഉത്തരവാദിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്നും അവയുടെ നികുതി ഇളവ് നിലനിർത്തുന്നു എന്നും ഈ പ്രോഗ്രാമുകൾ ഉറപ്പാക്കുന്നുണ്ട്. മൊത്തത്തിൽ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കിടയിൽ നികുതി നിയമങ്ങളെക്കുറിച്ച് മികച്ച ധാരണ ഉണ്ടാക്കുക, പാലിക്കൽ ഉറപ്പാക്കുക, സമൂഹത്തിന് സംഭാവന നൽകുന്നതിനുള്ള അവരുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളുടെ ലക്ഷ്യം. നികുതി എന്ന് പറയുന്നത് എല്ലാവരും പാലിക്കേണ്ട ഒന്ന് തന്നെയാണ്. നികുതി അടയ്ക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയും കർത്തവ്യവും ഉത്തരവാദിത്വവും ഒക്കെയാണ്. ഇവിടെ പൗരന്മാർക്കല്ല, സംഘടനകൾക്കാണ് ഇപ്പോൾ ഔട്ട്റീച്ച് പ്രോഗ്രാമിലൂടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നൽകുന്നത്. ഈ ബോധവൽക്കരണങ്ങൾ എല്ലാ ചാരിറ്റബിൾ ഓർഗനൈസേഷനും പ്രയോജനകരമാകും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ്. ആദായ നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആദായ നികുതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ ശശികുമാർ, ഇൻകം ടാക്സ് ഓഫീസർ എക്സംഷൻ വാർഡ് ശ്രീമതി പ്രീത എസ് നായർ എന്നിവരും പങ്കെടുത്തു. നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കാം.